ഇന്ന് രാവിലെ മുതൽ ഇന്നലെയും ഇന്നുമായി മാരത്തൺ ചർച്ചകളാണ്. വി.ഡി. സതീശൻ മന്ത്രിസഭയ്ക്ക് അന്തിമരവുമായി അവസാനഘട്ട ചർച്ചകളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷും റോജി എം ജോണും കെ.എ. തുളസിയും പട്ടികയിൽ ഇടം നേടി. ചാണ്ടി ഉമ്മൻ, വി.ടി. ബൽറാം, ഐ.സി. ബാലകൃഷ്ണൻ, അൻവർ സാദത്ത് എന്നിവർ മന്ത്രിസഭയിൽ ഇടം നേടിയില്ല. അനൂപ് ജേക്കബിനെ ഉൾപ്പെടുത്തിയപ്പോൾ മാണി സി കാപ്പൻ പട്ടികയിൽ ഉൾപ്പെട്ടില്ല. എന്നാൽ ചില വ്യവസ്ഥകളുണ്ടെന്നും പിന്നീട് അറിയിക്കാമെന്നുമായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്. ലോക് ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർ കൈമാറിയ ശേഷമാണ് വി.ഡി. മാധ്യമങ്ങളെ കണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥി, ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയുമാകും. മന്ത്രിസഭയിൽ കെ.സി. വേണുഗോപാൽ പക്ഷത്തിനാണ് മേൽക്കൈ. 12 കോൺഗ്രസ് മന്ത്രിമാരിൽ 8 പേർ കെ.സി. പക്ഷക്കാരാണ്. രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച അൻവർ സാദത്തിനെയും ഐ.സി. ബാലകൃഷ്ണനെയും തഴയുകയും ചെയ്തു. ആർ ശ്രീജിത്ത് കൂടി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങനെ ഇപ്പോൾ ഗ്രൂപ്പ് അവരുടെ പിടിവലി ഏറ്റവും ഒടുവിൽ എന്തൊക്കെയാണെങ്കിലും 2 ദിവസം കൊണ്ട് ഫൈനൽ പട്ടികയാവുന്നു. ഫൈനൽ വി.ഡി. ക്യാബിനറ്റ് ആവുന്നുണ്ട്. നാളെ സത്യപ്രതിജ്ഞ. വി.ഡി. സതീശൻ പറയുന്നത് പോലെ കോൺഗ്രസിൽ അടുത്ത കാലത്ത് കാണാത്ത വിധമുള്ള വേഗത ആ ക്യാബിനറ്റ് തീരുമാനങ്ങൾ ഉണ്ടായി. ബാക്കി നടന്ന ചർച്ചകൾ എന്തൊക്കെയാണെങ്കിലും ശ്രീജിത്ത്. ഹാഷ്മി, 6 പതിറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോൾ മുഴുവൻ UDF-ലെ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ പുതിയ ടീം UDF-ൽ ടീം വി.ഡി. സതീശനിൽ മന്ത്രിസഭയിൽ 14 വി.ഡി. സതീശടക്കം 14 പുതുമുഖങ്ങളാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനെ കൂടി പരിഗണിക്കുമ്പോൾ ക്യാബിനറ്റ് പദവിയിൽ 3 സ്ത്രീകളുണ്ട്, 2 ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. യുവജനങ്ങളായി റോജി എം ജോണും ഒ.ജെ. ജനീഷുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പരിചയസമ്പത്ത്, യുവത്വം, വനിതാ പ്രാതിനിധ്യം, സാമുദായിക പ്രാതിനിധ്യം, അങ്ങനെ എല്ലാം സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു ലക്ഷണമൊത്ത മന്ത്രിസഭയ്ക്കാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-ങ്ങളെ സാക്ഷി നിർത്തി ഈ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ UDF-ന്റെ 10 കൊല്ലത്തെ ഭരണനഷ്ടം ചരിത്രമാവുകയും പുതിയൊരു ചരിത്രം കുറിക്കുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ഈ മന്ത്രിമാരുടെ പേരുകളിലേക്ക് വന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോയാൽ ഏറ്റവും ഒടുവിൽ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്ന 3 പേരാണ്. അത് ഒ.ജെ. ജനീഷും റോജി എം ജോണും കെ.എ. തുളസിയുമാണ്. മന്ത്രിസഭയിൽ ദളിത് പ്രാതിനിധ്യം ഉറപ്പായും 2 വേണം, അതും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 2 പേർ വേണം എന്നുള്ളത് AICC-യുടെ കർശനമായ നിർദ്ദേശമായിരുന്നു. അങ്ങനെയാണ് ഐ.സി. ബാലകൃഷ്ണനെയും കെ.എ. തുളസിയെയും അവസാന ഘട്ടത്തിൽ പരിഗണിച്ചത്. ആദ്യ ഘട്ടത്തിൽ തന്നെ KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റായ A.P. അനിൽകുമാർ ദളിത് വിഭാഗത്തെ കൂടി പ്രതികരിച്ചുകൊണ്ട് ഈ മന്ത്രിസഭയിൽ സ്ഥാനം പിടിച്ചു. രണ്ടാമത്തെ ആളിന് വേണ്ടിയുള്ള ചർച്ചകളിലാണ് കെ.എ. തുളസി മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നത്. ഐ.സി. ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകിയിരുന്നെങ്കിൽ കൂടി വയനാട്ടിൽ നിന്ന് ടി സിദ്ദിഖ് മന്ത്രിയായതോടെ പാലക്കാട് ജില്ലയുടെ പ്രാതിനിധ്യം എന്ന പരിഗണന കൂടിയാണ് കെ.എ. തുളസിക്ക് വളരെ ഗുണകരമായി മാറിയത്. മാത്രമല്ല, വി.ഡി. സതീശനോട് ഏറെ അടുപ്പം പുലർത്തുന്ന നേതാക്കൾ ഒരാൾ കൂടിയാണ് കെ.എ. തുളസി. റോജി എം ജോണും ഒ.ജെ. ജനീഷിന്റെയും കാര്യത്തിൽ യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ കർശന ഇടപെടലാണ്. യുവാക്കളുണ്ടല്ലോ എന്ന മട്ടിൽ ചൂണ്ടിക്കാണിച്ചത് മറ്റു ചില പേരുകളാണ്. അവരൊക്കെ 50 വയസ്സിനോട് അടുത്തവരല്ലേ എന്ന്. ആർ ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ടീം വി.ഡി. സെറ്റാണ്. നാളെ സ്റ്റേഡിയത്തിൽ അതെല്ലാവരും ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. ഓർത്തു നോക്കണം, 10 വർഷത്തെ അധികാരത്തിന് പുറത്തു നിൽക്കൽ, അതിനുശേഷം അധികാരത്തിലേക്ക് വരൽ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവൽ, അങ്ങനെ എന്തുകൊണ്ടും UDF പ്രവർത്തകർക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ നാളെ അവർ ആഘോഷമാക്കുന്ന ദിവസമാണ്. അപ്പോൾ പുതിയ മന്ത്രിസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.